ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, സോറി, ഞാൻ എപ്പോഴും പറയും വീഡിയോസൊക്കെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യും, ഇനി തെറ്റിക്കൂല എന്നൊക്കെ. പക്ഷെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ സത്യമായിട്ടും ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തതല്ല. നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറിയൊരു കിതപ്പ് പോലെ ഉണ്ട്. ബിക്കോസ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനിയും അതുപോലെ ഹോസ്പിറ്റലൈസ്ഡും ഒക്കെ ആയിട്ട് ഞാൻ കുറേ ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പൊക്കെ ഞാൻ അവിടത്തേക്ക് കൊടുക്കാം. മീൻസ് എന്താ പറയുക, പെട്ടെന്ന് കൂടിയതാണ് പനി. പെട്ടെന്ന് വന്നതാണ് പനി വരുമെന്നുള്ളൊരു, നമുക്ക് ആർക്കും പനിയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പനി ഉണ്ടായ പുറകിന് അത് പെട്ടെന്ന് കയറി കൂടുകയും ചെയ്തു. അതായത് നമുക്ക് ആദ്യത്തെ ദിവസം ശ്വാസം മുട്ടലായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം ശരീരവേദനയും ചൂടും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളായിരുന്നു. നല്ലപോലെ ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ എടുത്താലല്ലേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ എനിക്ക് ഒന്നിനുള്ള ഒരു ഇതില്ലായിരുന്നു. നല്ല കഫം കെട്ടും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ഇടങ്ങേറിലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർക്കും അതിനനുസരിച്ച് പേടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ എടുക്കാനോ ഒന്നിനുമുള്ള സാഹചര്യമോ അല്ലെങ്കിൽ ഒന്നിനുള്ളൊരു മാനസികാവസ്ഥ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഒരു 2-3 days ആയിട്ട് എല്ലാം ഒന്ന് നോർമലായിട്ടുണ്ട്. ഇന്ന് നല്ലപോലെ ഓക്കെ ആയിട്ടുണ്ട്. അന്ന് ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കുമ്പം വലിയ പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ പോലും എൻ്റെ സംസാരത്തിലൊരു ചെറിയ കിതപ്പുണ്ട്. അത് ഈ പനിയുടെ കംപ്ലീറ്റ് വിട്ട് മാറിയിട്ടില്ല. എനിക്ക് നേരത്തെ വന്നൊരു പനിയാണിത്. അപ്പോൾ പനിയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ മരുന്നൊക്കെ കഴിക്കുക, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവുക. ഞാൻ പിന്നെ ഈ പണ്ട് മുതലേ പനി വന്നു കഴിഞ്ഞാൽ പനിച്ച് മാറണം എന്നുള്ളൊരു തത്വമായിരുന്നു എനിക്ക്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോകും. കാരണം എനിക്ക് തീരെ മേലാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയായിരുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇനി എനിക്ക് വയ്യാണ്. അത്ര ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും നോർമലാണ്, അൽഹംദുലില്ലാ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ വീഡിയോ ഇടാഞ്ഞതിൻ്റെ റീസൺ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കമൻറ്റ് വരുന്നത് എനിക്ക് കാണാം. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിൽ കമൻറ്റ് വരുന്നത് എനിക്ക് കാണാം, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാര്യം നിങ്ങൾ എന്നെ അന്വേഷിക്കുക എന്ന് പറയുമ്പം ഒബ്വിയസ്ലി അതെനിക്ക് ഭയങ്കരമായിട്ടും വാല്യൂ ഉണ്ടാവുന്നൊരു സാധനമാണ്. എന്നെ ഒരാൾ അന്വേഷിക്കുക, എവിടെ എന്ത് പറ്റി, എവിടെ പോയതാ എന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ വളരെ നോർമലായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേർ കാണുന്നു, കുറച്ച് പേർ കാണുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് നിന്ന് 2 ദിവസം ഞാൻ ഇല്ലാഞ്ഞപ്പോൾ എന്നെ അന്വേഷിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം എന്നല്ല, വലിയ സന്തോഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചവരോടൊക്കെ ഒരുപാട് നന്ദി. എനിക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല. പനി ഉണ്ടായിരുന്നത്, ഒരു ചെറിയ പനി വന്നു, അതിൽ കുറച്ച് ഇടങ്ങേറായി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറേ പേരെ കമൻറ്റ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ വീഡിയോ ഒന്നും ഇടാത്ത. ഇതായിരുന്നു റീസൺ. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയാത്ത പോലെ ആയി പോകും എന്നെനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ബിക്കോസ് നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ഏതെങ്കിലുമൊക്കെ ഇടയിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അതിനൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. ബാക്കിൽ സൗണ്ട് മേ ബി നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, റോഡ് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പം എന്തായാലും അൽഹംദുലില്ലാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഗീവ് അവേയും നല്ല രീതിയിൽ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം ഗീവ് അവേയുടേതും ഞാൻ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടതെന്ന്. ഞാൻ കുറേ പേരുടെ കമൻറ്റ് കണ്ടു, ഗീവ് അവേക്ക് വേണ്ടിയിട്ട് മാത്രം കമൻറ്റ് ചെയ്യുന്നവരുണ്ടെന്നൊക്കെ. നിങ്ങൾ എങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്, എങ്ങനെ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ തരുന്ന ഓരോ സെക്കൻഡും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കമൻറ്റ്, അത് എൻ്റെ ചാനലിൽ വന്ന് നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സമയം കളഞ്ഞാണ് നിങ്ങളത് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഞാൻ അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ആരുടേതും ഞാൻ കാണാതെ പോകുന്നില്ല, ആരുടേതും ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നില്ല. എല്ലാവരുടെയും ഇത് ഞാൻ വായിക്കലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. നോട്ടിഫിക്കേഷന് വന്നിട്ടുള്ള 2-3 ആളിനെ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഞാൻ പ്രോപ്പറായിട്ട് എല്ലാം വായിച്ചിട്ട് ഞാൻ എല്ലാം റിപ്ലൈ തരാം. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് തൊട്ടെങ്കിലും പ്രോപ്പറായിട്ട് വീഡിയോ ഇടണമെന്ന് കരുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗീവ് അവേയുടെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഗീവ് അവേ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. ഇപ്പോൾ ഇതുവരെയുള്ള വീഡിയോസിൽ നിന്ന് ആളെ സെലക്ട് ചെയ്യുവാണോ, അല്ല നമുക്കത്
വേറെ രീതിയിൽ കണ്ടക്ട് ചെയ്യണോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഗീവ് അവേയുടെ വിന്നേഴ്സിനെ മാക്സിമം സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ഒന്നായിരിക്കത്തില്ല, ലോങ് വീഡിയോ ഒന്നായിരിക്കും. എല്ലാവരും വീഡിയോസ് കാണണം, ഫുള്ള് കാണണം. അതിലുള്ളതൊക്കെ കേട്ടിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. ഇതൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളിൽ നിന്ന്. എനിക്ക് തരുന്ന സപ്പോർട്ട് നിങ്ങൾ തരുന്നത് എനിക്ക് അതുപോലെ തന്നെ തന്നാൽ മതി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ, അധികം സംസാരിക്കാൻ മേല. അപ്പോൾ ഇന്ന് തൊട്ട് നാളെ തൊട്ട് പെരുന്നാളിൻ്റെ വ്ളോഗ് വരാനുണ്ട്, അതുപോലെ ഞങ്ങൾ ട്രിപ്പ് പോയതിൻ്റെ വ്ളോഗ് വരാനുണ്ട്, കുറേ വ്ളോഗുണ്ട്. നിങ്ങൾക്കൊന്നും ബോറടിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ തൊട്ട് ഞാൻ വീണ്ടും വ്ളോഗ് ഇടാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. നാളെ തൊട്ട് ഇതുവരെ നേരത്തെ തന്നുകൊണ്ടിരുന്ന അതേ സപ്പോർട്ട് അങ്ങോട്ട് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും എല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ.